മാത്യു കുടൽനാടൻ MLA ടെലിഫോൺ ലൈനിൽ. ശ്രീ മാത്യു കുടൽനാടൻ, ഇന്നിപ്പോൾ ഡിവിഷൻ ബെഞ്ചിലും വലിയ തിരിച്ചടിയാണ് CMRLനും അതിൽ പ്രതി കൂടിയായ വീണ ടിക്കും നേരിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ചും ശരിവച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നുള്ളത് പ്രാഥമികമായി ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് ഡിവിഷൻ ബെഞ്ച്, സിംഗിൾ ബെഞ്ച് EDയുടെ പരിശോധനയും അന്വേഷണവും നടപടിയും ആകാമെന്ന് പറഞ്ഞത്. അതിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ ഡിവിഷൻ ബെഞ്ച് ഇത് പരിശോധിക്കുകയും കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന പ്രക്രിയ നടന്നുവെന്ന് പ്രഥമാവസ്ഥ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇപ്പോൾ ഇവരുടെ ഹർജി തള്ളുകയും ചെയ്തത്. നമുക്ക് ഒരു കോമൺ മാൻ ഇതിന്റെ നിയമത്തിന്റെ ആഴത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, അതായത് അഴിമതി പണം ബാങ്കിങ് ചാനലിലൂടെ റിസീവ് ചെയ്ത് ആ പണത്തിന് ടാക്സ് അടച്ച് വെളുപ്പിക്കാനാണ് ശ്രമിച്ചത്. കള്ളപ്പണം വാങ്ങുന്നത്, അഴിമതി പണം വാങ്ങുന്നത് അത് വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് CMRL നിന്നും ഒരു സേവനവും നൽകാതെ കോടാനുകോടി രൂപ ബാങ്ക് വഴി വാങ്ങിയിട്ട് അതിന് ടാക്സ് അടച്ചത് വഴി ഈ പണം വെളുപ്പിച്ചെടുക്കാനുള്ള പരിശ്രമമാണ്. അതാണ് മാസപ്പടി കേസ്. വളരെ ചുരുക്കി പറഞ്ഞാൽ മാസപ്പടി കേസ് അതാണ്. അപ്പൊ അതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു. ഇനി അഴിമതിയുടെ ആസ്പെക്ട് ഉണ്ട്. ഒന്നിനു പുറകെ ഒന്നായ കാര്യങ്ങൾ മുന്നോട്ട് വരും. ഇപ്പോൾ കോടതികൾക്കെങ്കിലും കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു എന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇത് ആദ്യ ഘട്ടം മുതലേ ഞാൻ പറഞ്ഞു. ഞാൻ നിങ്ങളോടൊക്കെ ഉള്ള ഒരു അഭ്യർത്ഥനയാണ്. ഈ കേസ് ആദ്യമായി വന്ന എന്റെ പ്രതികരണത്തിന് ശേഷം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഔദ്യോഗിക പത്രക്കുറിപ്പ്, നിങ്ങളുടെ ബാക്ക് ഡേറ്റയിൽ അത് കാണണം, നിങ്ങളുടെ ഫയൽസിൽ അത് കാണണം. നിങ്ങളത് ജനങ്ങൾ ഒന്നുകൂടി കേൾപ്പിക്കണം. അവർ പറഞ്ഞ എന്താണ്, 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ്. അതിന് ടാക്സും അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ അഴിമതിയില്ല, അത് ക്രമവിരുദ്ധമായിട്ടോ നിയമവിരുദ്ധമായിട്ടോ ഒന്നുമില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഔദ്യോഗിക പത്രക്കുറിപ്പ് ഇറക്കി വീണ വിജയനെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകളെ സംരക്ഷിക്കാൻ വേണ്ടി MV ഗോവിന്ദൻ ഇന്നും ഞാൻ ഓർക്കുകയാണ്. അത് ഏറ്റുപറയാൻ വേണ്ടി സാധാരണപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരോട് ഇവർ ആവശ്യപ്പെടുകയും അവര് ഈ കേരളം മുഴുവൻ മൈക്ക് വെച്ച് കെട്ടി അത് പ്രസംഗിക്കുകയും സൈബർ ഇടങ്ങളിൽ അതെല്ലാം ആവർത്തിക്കുകയും ചെയ്ത് ആ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലും ഇതിനു വേണ്ടി വഞ്ചിച്ചു. പക്ഷെ ഇന്ന് ഇത് കള്ളപ്പണ ഇടപാടും അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടും നടന്നുവെന്ന് കോടതികൾക്ക് പ്രഥമദൃഷ്ട്യാ ബോധ്യം വന്ന സാഹചര്യത്തിലാണ് ED അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നത്. എനിക്ക് കോടതികൾക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടു വരുന്നു എന്നതിലേറെ സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ട്. അത് ഒരു സുതാര്യമായ അന്വേഷണം, സത്യസന്ധമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. ശ്രീ മാത്യു കുടൽനാടൻ, ഇന്നിപ്പോൾ ഒരു ED ഒരു വളരെ പ്രധാനപ്പെട്ട യോഗം ചേരുന്നു. ഡയറക്ടർ അടക്കം കൊച്ചിയിലുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ അനുമതിയും കൂടി ലഭിച്ചിരിക്കുന്നു. ഏറ്റവും വേഗത്തിലുള്ള തുടർ നടപടി എങ്ങനെയായിരിക്കും താങ്കളുടെ ഒരു കാഴ്ചപ്പാട്? അല്ല, അത് ഞാനിപ്പോ അന്വേഷണത്തെ സംബന്ധിച്ച് പറയാനുള്ള ഒരു ആധികാരികമായിട്ടുള്ള അറിവ് എനിക്കില്ല. പക്ഷെ ഇനിയിപ്പോ ED യഥാർത്ഥത്തില് ഒന്നാമത് EDയുടെ ജനവിശ്വാസം എന്ന് പറയുന്നത് വളരെ ലോയാണ്. ED ചെയ്യുന്ന കാര്യങ്ങൾ ഒട്ടും സുതാര്യമല്ലെന്നും ഒട്ടും സത്യസന്ധമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപം. ഇതിന്റെ അകത്ത് ഇവര് സത്യസന്ധമായ അന്വേഷണം നടത്തി ഒരു നിയർ പൊളിറ്റിക്കൽ നെഗോസിയേഷൻ നടത്താതെ അവർ ചെയ്യുമെന്നുണ്ടെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അവരുടെ കൺവിക്ഷൻ റേറ്റ് കുറവാണ് എന്ന് വെച്ചാൽ മാത്രമല്ല ഇതൊരു വേട്ടയാടലാണ് എന്ന് CPM നേതാക്കളും ആണയിട്ട് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് എന്തുകൊണ്ടാണ് കോടതിക്ക് ഇതിന് മനസ്സിലാവാത്തത് എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. അല്ല, ഇത് ഈ കേസിൽ ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത, നമ്മൾ പറയും സ്പീക്കിംഗ് ഫാക്ട് എന്ന് പറയും, അതായത് ഉച്ചത്തിൽ സംസാരിക്കുന്ന തെളിവുകൾ എന്നാണ് സ്പീക്കിംഗ് എവിഡൻസ് എന്നുള്ളത് നമ്മൾ നിയമപരമായി പറയുന്നത്. ഇത് ഉച്ചത്തിൽ ഞാൻ പറഞ്ഞില്ല, ഇതൊരു കോമൺ മാൻ മനസ്സിലാവുന്ന കാര്യമാണല്ലോ. നിയമജ്ഞനാവണമെന്നില്ല, അഭിഭാഷകനാവണമെന്നില്ല, ജഡ്ജി ആവണമെന്നില്ല. ഒരു കമ്പനിയിൽ നിന്നും വാങ്ങുന്ന അഴിമതി പണം ബാങ്ക് ത്രൂ വാങ്ങിയിട്ട് ഒരു സേവനവും നൽകാതെ വാങ്ങിയിട്ട് അതിന് ടാക്സ് അടച്ചു എന്ന് പറയുമ്പോൾ അത് വൈറ്റ് മണി ആവുകയാണ്. വൈറ്റ് മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഔദ്യോഗികമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഔദ്യോഗികമായി നമ്മുടെ അക്കൗണ്ടിൽ പെടുത്താൻ കഴിയുന്ന പൈസയെ മാറാണ്. അതിനുവേണ്ടി പരിശ്രമിച്ചാണ്. ദാറ്റ്സ് വെരി ക്വൈറ്റ് സിമ്പിൾ, സ്ട്രേറ്റ് ലോജിക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ മുമ്പോട്ട് പോകാൻ പറഞ്ഞത്. എനിവേ, ലെറ്റ് us wait and see what happens. താങ്ക് യു മാത്യു കുടൽനാടൻ. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ റഫീഖ് കൊച്ചിയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഷെഡ്യൂൾഡ് കുറ്റകൃത്യങ്ങളിൽ FIR രജിസ്റ്റർ ചെയ്യാത്തതോ പരാതിയില്ലാത്തതോ അന്വേഷണത്തിന് തടസ്സമില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തി റെയ്ഡ് നടത്തിയതിനെ അടക്കം CPM നേതാക്കൾ ചോദ്യം ചെയ്തിരുന്നത് FIR ഇല്ലാതെ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കാൻ EDക്ക് കഴിയില്ല എന്നായിരുന്നു. അതിലിപ്പോൾ ഒരു വ്യക്തത ഡിവിഷൻ ബെഞ്ച് വരുത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ ഷെഡ്യൂൾഡ് കുറ്റകൃത്യങ്ങളിൽ FIR രജിസ്റ്റർ ചെയ്യാത്തതോ പരാതിയില്ലാത്തതോ അന്വേഷണത്തിന് തടസ്സമല്ല എന്നാണ് ഡിവിഷൻ ബെഞ്ച് പറയുന്നത്. FIR ഇല്ലെന്ന CMRL വാദം നേരത്തെ സിംഗിൾ ബെഞ്ചും തള്ളിയതാണ്.
ഇപ്പോൾ സിംഗിൾ ബെഞ്ച് ഉത്തരവ് പൂർണ്ണമായും ഹൈക്കോടതി ശരിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഷുക്കൂർ MK തുടരുന്നുണ്ട്. ഷുക്കൂർ, അപ്പോൾ എല്ലാ അർത്ഥത്തിലും CMRL തിരിച്ചടിയാണ്. CMRL തിരിച്ചടി ഉണ്ടാകുന്നവ സ്വാഭാവികമായും അത് വീണക്കുള്ള തിരിച്ചടിയും കൂടിയാണ്. അല്പസമയത്തിനകം EDയുടെ അതിനിർണായകമായ യോഗം ചേരാനിരിക്കുന്നു. ആ യോഗത്തിന്റെ സ്വഭാവം എന്തായിരിക്കും, അതിന്റെ ഔട്ട്കം എന്തായിരിക്കും? സൈഫുദ്ദീൻ, CMRL ഏറ്റവും ഗൗരവത്തോടെ വാദിച്ച കാര്യം ഈ കേസിൽ ഒരു നിയമവിധേയമായ FIR ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഡിവിഷൻ ബെഞ്ച് CMRL തിരിച്ചടി നൽകിക്കൊണ്ട് ED അന്വേഷണം തുടരാമെന്ന് വിധിച്ച ഈ ഉത്തരവിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഷെഡ്യൂൾഡ് കുറ്റകൃത്യങ്ങളിൽ FIR രജിസ്റ്റർ ചെയ്യാത്തതോ പരാതിയില്ലാത്തതോ അന്വേഷണത്തിന് തടസ്സമല്ല എന്നുള്ളതാണ്. അതായത് സാധാരണ രീതിയിൽ നമ്മൾ സംസ്ഥാന പോലീസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിയോ ഒരു FIR രജിസ്റ്റർ ചെയ്താൽ മാത്രമേ EDക്ക് ആ കേസ് ഏറ്റെടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ. എന്നാൽ ഈ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ അതിൽ കൂടി EDയുടെ അധികാരം കൂടുതൽ വിപുലപ്പെടുമോ എന്നുകൂടി നമുക്ക് സംശയിക്കേണ്ടി വരും. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ, അതായത് അഴിമതിയോ അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കലോ തീവ്രവാദം പോലെയുള്ള കുറ്റകൃത്യങ്ങളിൽ FIR രജിസ്റ്റർ ചെയ്യാത്തതും പരാതിയില്ലാത്തതും ഒരു പരിമിതിയല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധിച്ചിരിക്കുന്നത്. FIR ഇല്ലെന്ന CMRL വാദം നേരത്തെ തന്നെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയതാണ്. എങ്കിൽ പോലും ഇത്തരമൊരു നിരീക്ഷണം അന്നുണ്ടായിരുന്നില്ല. എന്തായാലും ആ നിരീക്ഷണം കൂടി ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് മുന്നോട്ട് വെച്ചിരിക്കുന്നു. എന്തായാലും ഇന്നിപ്പോൾ ED തലവൻ കൂടി കൊച്ചിയിലുള്ള സാഹചര്യത്തിൽ ഈ കേസിൽ തുടർ നടപടികൾ അതിവേഗത്തിൽ തന്നെ സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ വിധിയുടെ കൂടി പശ്ചാത്തലത്തിൽ മാത്രം വീണടക്കമുള്ള പ്രതികൾക്കെതിരെ നീങ്ങിയാൽ മതി എന്ന് നേരത്തെ തന്നെ ED തീരുമാനിച്ചതാണ്. ഇന്നിപ്പോൾ അത്തരം തടസ്സങ്ങളെല്ലാം മാറിയിരിക്കുന്നു. സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സമയം പോലും ഹൈക്കോടതി അനുവദിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ EDക്ക് നടപടികളുമായി മുന്നോട്ട് പോകാം. ഇന്ന് തന്നെ അക്കാര്യത്തിൽ ഒരു ധാരണ ED ഉദ്യോഗസ്ഥർക്കിടയിൽ രൂപപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല.